ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്നും പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനും നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ സൊല്യൂഷൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന 3 മെത്തേഡുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് സാറ്റിസ്ഫൈസ് ദ ഗിവൺ ഇക്വേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ എഴുതി x² - 5x + 6 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ എക്സിന് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 2² - 5 × 2 + x എന്ന് കിട്ടും. അതായത് 2² 4 ആണ്. 4 - 10 + 6 ഇതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നോക്കൂ, എക്സിന് 2 എന്ന് കൊടുത്തപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. അതേപോലെ ഞാൻ എക്സിന് 3 എന്ന് കൊടുത്താലോ, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ 3² - 5 × 3 + 6. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 3² 9 ആണ്. 9 - 15 + 6 അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0 എന്ന് കിട്ടുക. അപ്പോൾ ഈ 2 വാല്യൂം കൊടുത്തപ്പോൾ, അതായത് എക്സിന് 2 എന്നും എക്സിന് 3 എന്നും കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. അഥവാ ഇത് സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് x = 2 ആൻഡ് x = 3 ആർ കാൾഡ് ദ സൊല്യൂഷൻ ഓർ റൂട്ട് ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയാണ് x = 2 x = 3 എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള വിവിധ മെത്തേഡുകൾ എന്തെല്ലാം. അപ്പോൾ എല്ലാവരും പിന്നെ ഹെഡിങ് എഴുതുക, നോട്ട് പുസ്തകത്തിൽ ഹെഡിങ് എഴുതുക, സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതിക്കോളൂ. സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Quadratic equation. Solution of a quadratic equation. The value of the variable which satisfies the given equation is called solution or root of the equation. Example: x² - 5x + 6 = 0. x = 2, x = 3 are the solution. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയാലുണ്ടാവും. ഞാൻ ഒന്നും കൂടെ നമ്മൾ ഈ ഹെഡിങ് പറഞ്ഞത് നിങ്ങളെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഒന്നാമത്തെ കൺസെപ്റ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. അടുത്ത ഹെഡിങ് എഴുതെല്ലാവരും. method of finding the solution. അതിൽ ഒന്നാമത്തെ മെത്തേഡ്, ഇതാണ് ഹെഡിങ്. ഒന്നാമത്തെ മെത്തേഡാണെന്ത്, ഫാക്ടറൈസേഷൻ. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഹെഡിങ് എഴുതുക, ഈ സൈഡ് ഹെഡിങ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചതിന് ശേഷം എഴുതുക. ഞാൻ നോട്ട് എഴുതുമ്പോൾ എഴുതിയാൽ മതി. എന്താണ് ഫാക്ടറൈസേഷൻ? നമ്മൾ പോളിനോമിയലിൻ്റെ കേസിൽ പഠിച്ച അതേ കൺസെപ്റ്റിനാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പോളിനോമിയൽ പഠിച്ചല്ലോ. എന്താ ഫാക്ടറൈസേഷൻ? ഫാക്ടറൈസേഷൻ 2 ടൈപ്പ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ. ഒന്ന് ഡയറക്റ്റ് ഫാക്ടറൈസേഷനും വേറൊന്ന് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമും. അത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പോളിനോമിയലിൻ്റെ കേസിൽ. ഇനി ആർക്കെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറഞ്ഞത്. അപ്പോൾ ആ ചാപ്റ്റർ കിട്ടാത്ത ആളുകളോ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം.
ഫാക്ടറൈസേഷൻ 2 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് എന്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എ ശ്രദ്ധിക്കുക എല്ലാവരും. x² - 5x + 6 ഞാൻ നേരത്തെ =0 നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ നമുക്കിവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഡയറക്റ്റ് ഫാക്ടറൈസേഷൻ എന്ന് പറയാൻ കാരണം ഇവിടെ സം എത്രയാണ്? -5 ആണ്, പ്രോഡക്റ്റ് 6 ആണ്. അപ്പം ഈ മിഡിൽ ടേമിൻ്റെ വരുന്ന കോഎഫിഷ്യൻ്റെയാണ് നമ്മൾ സം എന്ന് പറയുക. ഇവിടെ നമ്മൾ 1 ആണല്ലോ, ഇതും ഇതിൻ്റെയും പ്രോഡക്റ്റ് അഥവാ ഈ കോൺസ്റ്റൻറ്റ് നമ്പറിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് പറയും. ഇവിടെ x² കോഎഫിഷ്യൻ്റ് 1 വരുന്ന കേസിൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് ഈ ഫാക്ടറൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ 1 അല്ലാത്ത വരികയാണെങ്കിൽ നമ്മൾ പിന്നെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് ഉപയോഗിക്കാറുള്ളത്. അത് നമുക്ക് രണ്ടാമത്തെ കേസായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് സം -5 പ്രോഡക്റ്റ് 6. അപ്പോൾ ഏതൊക്കെ നമ്പർ? -2 -3. കാരണം -2 -3 ആഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് -5 കിട്ടും. -2 -3 മൾട്ടിപ്ലൈ എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് x - 2 × x - 3 = 0 എന്ന് എഴുതും. അഥവാ x - 2 = 0, x = 2. ഇതാണ് ഒരു വാല്യൂ. പിന്നെ x - 3 = 0, x = 3. ഇങ്ങനെ ധാരാളം പോളിനോമിയൽ നമ്മൾ 0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കേസായതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുക? മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ സൊല്യൂഷൻ എന്ന് ഹെഡിങ് എഴുതി ഫാക്ടറൈസേഷൻ എഴുതിയിട്ട് എ എന്നതിന് ശേഷം ഇത് എഴുതുക. സം -5 പ്രോഡക്റ്റ് 6, നമ്പേഴ്സ് -2 -3 ആണെന്ന് എഴുതുക. x - 2 × x - 3 = 0. അതിലെ ഫസ്റ്റ് ഫാക്ടറി x - 2 = 0, x = 2. സെക്കൻഡ് ഫാക്ടറി x - 3 = 0, x = 3. ഇതാണ് എല്ലാവരും എഴുതി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യന് നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് കേട്ടോ. ഈ ഫാക്ടറൈസേഷൻ തന്നെ രണ്ടാമത്തെ ടൈപ്പ്. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ബൈ ഫാക്ടറൈസേഷൻ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് തന്നെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. 2x² - 5x + 3. 2x² - 5x + 3 = 0. ഇതാണ് നമുക്ക് റൂട്ട് സൊല്യൂഷൻ കാണാനുള്ള ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? സമ്മ് മിഡിൽ ടേമിൻ്റെ കോഎഫിഷ്യൻ്റാണ് നമ്മൾ സം എന്ന് പറയുക. പ്രോഡക്റ്റ് ഏതാ പ്രോഡക്റ്റ്? ഈ 2നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് പ്രോഡക്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിഡിൽ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് സമ്മായും ഫസ്റ്റത്തെ കോഎഫിഷ്യൻറ്റും അഥവാ x² കോഎഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റ് നമ്പർ തമ്മിലുള്ള പ്രോഡക്റ്റാണ് പ്രോഡക്റ്റാക്കി എടുക്കേണ്ടത്. ഇങ്ങനെ 2 നമ്പർ കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെ നമ്പർ? -2 -3 ആണ് നമ്പർ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? 2x² - 2x, ആ -2 ആണ് കേട്ടോ, -2x - 3x, അതായത് ഈ -3 കൊടുത്ത് -3x + 3 = 0. അപ്പോൾ എന്താ സംഭവിച്ച് മനസ്സിലായി നിങ്ങൾക്ക്? ഈ മിഡിൽ ടേം ആയ -5x ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തോടല്ലേ, ഇത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതുകൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം പറയാൻ കാരണം. ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ ടേമിൽ 2x കോമൺ ആണ്. അപ്പോൾ 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x × x ആണ് 2x² -1 -3 × ഇത് രണ്ടൊന്നും -3 കൊടുത്താൽ x ഇവിടെ -1 എന്നാണ് വരിക. കാരണം എന്താ? -3 × -1 ആണ് +3 = 0. അപ്പോൾ ഇവിടെ x - 1 എന്തായി? കോമൺ ആയിട്ട് നമ്മൾ വീണ്ടും നമുക്ക് വെളിയെടുക്കാം. അപ്പോൾ x - 1 × 2x - 3 = 0 എന്ന് എഴുതാം. ഇവിടെ x - 1 എടുത്തു, 2x ഇവിടെ ഉണ്ട്, -3 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്താ? x - 1 = 0 അഥവാ x = 1 ആണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി 2x - 3 = 0, 2x = 3, x = 3/2 ആണ് രണ്ടാമത്തെ സൊല്യൂഷൻ. അങ്ങനെ 2 റൂട്ട് അഥവാ 2 സൊല്യൂഷനാണ് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉള്ളത്. എല്ലാവരും എഴുതി വെക്കുക. ഇതാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് അറിയുന്ന കാര്യം. എല്ലാവരും എഴുതിയെടുക്കുക. നോട്ട് വീഡിയോ പോസ് ചെയ്താണ് നോട്ട് ചെയ്തതാണ് കേട്ടോ. യെസ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ചോദ്യം ചെയ്യാം. ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. ക്വസ്റ്റൻ ചെയ്താൽ
find the root of the equation. എന്താണ് ഇക്വേഷൻ? 6x square minus x minus 2 equal to 0. 6x square minus x minus 2 equal to 0. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ പോളിനോമിയൽ 6x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 എന്നാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആക്കുമ്പോൾ ഈക്വൽ ടു 0. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. അപ്പോൾ ഇതിൻ്റെ സമ്മ് -1 ആണ്. പ്രോഡക്റ്റ് 6ഉം -2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -12 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സം ഈസ് -1 ആൻഡ് പ്രോഡക്റ്റ് ഈസ് -12. ഓക്കെ. അപ്പോൾ ഏതൊക്കെ നമ്പർ നമുക്ക് കിട്ടി? -4ഉം 3യുമാണ്. കാരണം -4ഉം 3 ആഡ് ചെയ്ത് എത്രയാണ്? -1 ആണ്. -4ഉം 3യും മൾട്ടിപ്ലൈ ചെയ്താൽ -12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6x സ്ക്വയർ -4x പ്ലസ് 3x -2 ഈക്വൽ ടു 0 എന്ന ഇക്വേഷനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. 6x സ്ക്വയർ ഇവിടെ ഉണ്ട്, ഈ -2 ഇവിടെ ഉണ്ട്, മിഡിൽ ടേം -4ഉം 3യും ആക്കി ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ നിന്ന് രണ്ടും നമുക്ക് എന്ത് പുറത്ത് വെക്കാം? 2x പുറത്ത് വെക്കാം. 2x പുറത്ത് അവിടെ എന്താ ഉണ്ടാവുക? 3x. കാരണം 2 × 3 ആണ് 6, x × x ആണ് സ്ക്വയർ, -2 എന്ന് വരും. 2 × -2 ആണ് -4. ഓക്കെ. പ്ലസ് ഇവിടെ 3x -2 ഉണ്ട്. അപ്പോൾ 3x -2 അതൊരു ബ്രാക്കറ്റിനുള്ളിലാക്കി കഴിഞ്ഞാൽ പുറത്താറുണ്ടാവുക? 1 ഉണ്ടാവുക, ഈക്വൽ ടു 0. അപ്പോൾ ഈ 3x -2 രണ്ടിലും എന്തായി? കോമൺ ആയി. അപ്പോൾ 3x -2 കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ 3x -2 × 2x + 1 ഈക്വൽ ടു 0. അപ്പോൾ എന്തായി? ഫാക്ടറൈസേഷനായി. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 3x -2 ഈക്വൽ ടു 0. അപ്പോൾ 3x ഈക്വൽ ടു 2, x ഈക്വൽ ടു 2/3. അപ്പോൾ ഒന്നാമത്തെ വാല്യൂ കിട്ടി. രണ്ടാമത്തത് 2x + 1 ഈക്വൽ ടു 0, 2x ഈക്വൽ ടു -1, x ഈക്വൽ ടു -1/2. രണ്ടാമത്തെ വാല്യൂ ഇതിപ്പോൾ എല്ലാവരും 2x + 1 ഈക്വൽ 0, 2x ഈക്വൽ ടു -1, x ഈക്വൽ. ഇപ്പോൾ 2 റൂട്ടായി. ഇതാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ രീതി ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചത് സോൾവ് ചെയ്യാനുള്ള, സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള അഥവാ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ മെത്തേഡാണെന്ത്? ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷൻ 2 ഉണ്ട്. നമ്മൾ പോളിനോമിയലിൻ്റെ കേസിൽ പഠിച്ചത് തന്നെയാണ്. 2 ഉണ്ട്. ആ 2 ടൈപ്പിൽ നമ്മൾ 2 ടൈപ്പും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതാണ് എക്സർസൈസിൽ. ഇതിൻ്റെ എക്സർസൈസിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എഴുതിക്കോളൂ എല്ലാവരും. എക്സർസൈസ് 4.2 ആണ്. 4.2 നമ്മൾ ചെയ്യാൻ പോണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം കേട്ടോ. ഫൈൻഡ് ദ റൂട്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റൂട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x സ്ക്വയർ -3x -10 ഈക്വൽ ടു 0. ഇതാണ് വാല്യൂ. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ഫാക്ടറൈസേഷൻ ആണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? സമ്മ് -3 പ്രോഡക്റ്റ് -10 ഇതാണ് വാല്യൂ വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -5ഉം 2 ആണെന്ന് മനസ്സിലായി. കാരണം -5ഉം 2 ആഡ് ചെയ്താൽ -3 ആണ്. -5ഉം 2 മൾട്ടിപ്ലൈ ചെയ്താൽ -10. അപ്പോൾ ഇത് അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. x -5 ഇൻറ്റു x + 2 ഈക്വൽ ടു 0 ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? അപ്പോൾ x -5 ഈക്വൽ ടു 0, x ഈക്വൽ ടു 5 ഒന്നാമത്തെ റൂട്ട്, x + 2 ഈക്വൽ ടു 0, x ഈക്വൽ ടു -2 രണ്ടാമത്തെ റൂട്ട്. ദീസ് ആർ ദ റൂട്ട് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. എല്ലാവരും എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സസൈസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2x സ്ക്വയർ പ്ലസ് x -6 ഈക്വൽ ടു 0. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ.
2x² + x - 6 = 0. നോക്കൂ, ഇവിടെ നമ്മൾ മിഡിൽ ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് സമ്മ് എത്രയാണ്? സം = 1 ആണ്, ഉണ്ടല്ലേ? പിന്നെ പ്രോഡക്റ്റോ? പ്രോഡക്റ്റ് -12 ആണ്. ഈ 2ഉം -6 മൾട്ടിപ്ലൈ ചെയ്താൽ -12 ആണ്. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം 4ഉം -3യുമാണ്. കാരണം 4 -3 ആഡ് ചെയ്താൽ 1 ആണ്. 4 -3 മൾട്ടിപ്ലൈ ചെയ്താൽ -12 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 2x² + 4x - 3x - 6 = 0 ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതായത് ഫസ്റ്റ് ടേമിന് ഒരു മാറ്റമില്ല, ലാസ്റ്റ് ടേമിന് ഒരു മാറ്റമില്ല. ഇവിടെ 1xനെ 4ഉം -3 ആക്കി, 4x - 3x. ഇത് രണ്ടും നമുക്ക് എന്ത് പുറത്തെടുക്കാം? 2x പുറത്തെടുത്താൽ 2x × x + 2. ഇതിൽ രണ്ടൊന്നും -3 പുറത്തെടുത്താൽ -3 × x + 2 തന്നെ കിട്ടും, = 0. കാരണം -3 × x ആണ് -3x, -3 × 2 ആണ് -6. ഇതിൽ രണ്ടും നമ്മൾ എന്ത് പുറത്തെടുത്തു? കോമൺ ആയിട്ട് x + 2 പുറത്തെടുത്തു. അപ്പോൾ x + 2 × 2x - 3 = 0. ഒന്നാമത്തത് x + 2 = 0, x = -2. രണ്ടാമത്തത് 2x - 3 = 0, 2x = 3, x = 3/2. ഇത് രണ്ടാണ് നമ്മൾ വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത്. എല്ലാവരും ആൻസർ ആയിട്ട് ചെയ്തേക്കുക. Question number 3. √2x² + 7x + 5 √2 = 0. √2x² + 7x + 5 √2 = 0. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ, ഇവിടെ സമ്മ് = 7, പ്രോഡക്റ്റ് ഈ √2ഉം 5 √2ഉം, അതായത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ് √2 × 5 √2. നോക്കൂ, √2 × 5 √2. അപ്പോൾ ഇവിടുത്തെ 5 ആണ് ആദ്യം ഉള്ളത്, 5 × √2 × √2 2 ആണ്. അപ്പോൾ ആക്ച്വലി ഇത് എത്രയായി? 10 ആയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സമ്മ് 7 കിട്ടണം, പ്രൊഡക്റ്റ് 10 കിട്ടണം. അപ്പോൾ ഏതൊക്കെ കിട്ടുക? 5 × 2 ആണ്. 5 × 2 ആഡ് ചെയ്താൽ 7, 5 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ 10. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? √2x² + 2x + 5x + 5 √2 = 0. മനസ്സിലായത്? 2x + 5x ആണ് 7x ആയിട്ട് വരിക. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ നിന്ന് രണ്ടും നമ്മൾ എന്ത് പുറത്തെടുക്കുക? √2x പുറത്തെടുക്കുക. √2x പുറത്തെടുത്താൽ ഇവിടെ x ആണ് വരിക, പ്ലസ് ഇവിടെ √2 എന്ന് വരും. എന്താ കാരണം അറിയാം നിങ്ങൾക്ക്? √2 ഇവിടെ ഉണ്ട്, x × x, x² ഇവിടെ ഉണ്ട്. √2 × √2 ആണ് 2, പിന്നെ x ഉള്ളതുകൊണ്ട് 2x. ഓക്കെ, പ്ലസ് ഇവിടെ ഈ 5 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 5 × x + √2 = 0. അപ്പോൾ ഈ x + √2 രണ്ടിൽ നിന്നും പുറത്തെടുത്ത് കഴിഞ്ഞാൽ x + √2 ഇവിടെ √2x ആണുള്ളത്, √2x + 5 = 0. എല്ലാവരും മനസ്സിലാക്കുക, x + √2 രണ്ടിലും കോമൺ ആണ്, പുറത്തെടുത്തു. അപ്പോൾ √2x ഇവിടെ ഉണ്ട്, 5. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ ഈ ഫാക്ടർ 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x = -√2 എന്ന് ആൻസർ കിട്ടും. √2x + 5 = 0 ആണ്. എന്താ? √2x = -5 എന്ന് കിട്ടും ഇതിനപ്പുറത്ത് പോകുമ്പോൾ. അപ്പോൾ x = -5/√2 എന്ന് ആൻസർ കിട്ടും. ദീസ് ആർ ദ 2 റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. എല്ലാവരും ആൻസർ ചെയ്തിരിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ 2x² -
എക്സ് പ്ലസ് 1/8 = 0. നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ചോദ്യം. പലപ്പോഴും കുട്ടികൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ചിലപ്പോൾ പരാജയപ്പെടാറുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഫ്രാക്ഷൻ ഈ ഡിനോമിനേറ്ററിൽ 8 ആണുള്ളത് ഡിനോമിനേറ്ററിൽ. അപ്പോൾ ഈ 8 കൊണ്ട് ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 × 2 16x². ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8x. ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 8 കട്ട് ചെയ്ത് 1 = 0. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും 8 ആണ് ഇവിടെ ഡിനോമിനേറ്റർ ഉള്ളത്. 8 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 × 8 = 0 തരും. അതാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? മിഡിൽ ടേമിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് -8 കിട്ടി, പ്രോഡക്റ്റ് 16 × 1 16 കിട്ടി. അപ്പോൾ -4ഉം -4 ആണ് വരിക. കാരണം -4 ആഡ് ചെയ്താൽ -8 ഉണ്ടാവുക. -4 × -4 16. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 16x² -4x -4x + 1 = 0. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ 4x പുറത്തെടുത്താൽ 4x × 4x - 1. ഇതിൽ നിന്ന് -1 പുറത്തെടുത്താൽ -4x - 1 = 0. അപ്പോൾ ഇവിടെ 4x - 1, ഇവിടെ 4x - 1. അപ്പോൾ 4x - 1 × 4x - 1 = 0. അപ്പോൾ 4x = 1, x = 1/4. ഈക്വൽ റൂട്ട് ഉണ്ടാകുക. ഇവിടെ 4x - 1 = 0, x = 1/4. അപ്പോൾ 2 ഈക്വൽ റൂട്ടാണ് ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവുക കേട്ടോ. ഇതാണ് 4ാമത്തെ വാല്യൂ. ഇനി നിങ്ങൾ 5ാമത്തെ ഇക്വേഷനുകൾ എന്ത് ചെയ്യുക? സ്വന്തം ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ.